കാര്യങ്ങൾക്ക് മറുപടി രോഷാകുലനായിട്ടല്ല ഞാൻ മറുപടി പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കും. ഇപ്പോൾ അടുത്ത നിങ്ങൾ സംപ്രേക്ഷകം നടത്താൻ പോകുന്നത് അടൂർ പ്രകാശിനെ കണ്ടു, അടൂർ പ്രകാശ് രോഷാകുലനായി കാര്യങ്ങൾ പ്രതികരിച്ചു എന്നായിരിക്കാം ചിത്രീകരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ രോഷാകുലനായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് 2019 ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ MP ആകുന്നു. MP ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ്. അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു, ഇങ്ങനെ ഇന്ന ആളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ്, ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. അത് വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഞാനത് ഒന്നും മറച്ചു വെക്കാൻ വേണ്ടിയല്ല. അത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാനും ഞാൻ തയ്യാറായിയാണ് വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് ഈ മരമുറി ചാനലിൽ ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് രോഷാകുലനായി ഞാൻ പ്രതികരിച്ചു എന്ന് ദയവായി നിങ്ങളാരും അങ്ങനെ കൊടുത്തു കളയരുത്. നിങ്ങൾ കൊടുക്കില്ല. നിങ്ങൾ ഏതായാലും റിപ്പോർട്ടർ ചാനൽ ഇത് തന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും മറ്റുള്ള ചാനൽ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു, ദയവായി നിങ്ങളെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് സത്യസന്ധമായി സംപ്രേഷണം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.